Who is the Lafan? Allah. Who is the Rahman? Allah. Who is Al-Mannan? La ilaha illallah. Muhammadur Rasulullah. Muhammad is the messenger. Allah is the Rifat. La ilaha illallah. Muhammadur Rasulullah. Muhammad is the messenger. Allah is the Rifat. La ilaha illallah. Muhammadur. ഉപഭോക്താക്കൾക്കായി കോഴിക്കോട്ടിത വമ്പിച്ച ആദായ വിൽപ്പന. അതെ, വമ്പിച്ച തൂക്കി വിൽപ്പന. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുതിയ ബസ് സ്റ്റാൻഡിലും പാളയം ബസ് സ്റ്റാൻഡിലും വിദേശ നിർമ്മിത മെലാമിൻ ക്രോക്കറി ഡിന്നർ സെറ്റുകൾ ഏറ്റവും വിലക്കുറവിൽ. അതെ, നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ആഡംബരം തുളുമ്പാൻ പ്രൗഢമായ ഡിന്നർ സെറ്റുകൾ 500-ൽ പരം വെറൈറ്റികളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ പീസും തൂക്കി വിൽക്കുന്നു. മ്യൂസിക് പാലസ്, എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ്, റൂം നമ്പർ 35, സെക്കൻഡ് ഫ്ലോർ, ഓൾഡ് ബ്ലോക്ക്, ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. മ്യൂസിക് പാലസ്, റൂം നമ്പർ 4 and 5, പാളയം ബസ് സ്റ്റാൻഡ്, കോഴിക്കോട്. മേജർ കാസറ്റ്സിന്റെ ഓഡിയോ കാസറ്റുകളുടെയും സിഡികളുടെയും മൊത്തവിതരണക്കാർ മ്യൂസിക് പാലസ്. ഫോറിൻ മെലാമിൻ ക്രോക്കറി ഡിന്നർ സെറ്റുകളുടെ തൂക്കി വിൽപ്പനക്കാർ മ്യൂസിക് പാലസ്. മേജർ കാസറ്റ്സിന്റെ ഓഡിയോ കാസറ്റുകളുടെയും സിഡികളുടെയും മൊത്തവിതരണക്കാർ മ്യൂസിക് പാലസ്. ഫോറിൻ മെലാമിൻ ക്രോക്കറി ഡിന്നർ സെറ്റുകളുടെ തൂക്കി വിൽപ്പനക്കാർ മ്യൂസിക് പാലസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. صلى الله وسلم عليك يا رسول رب العالمين. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم. أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي عقمي. സ്റ്റേജിലിരിക്കുന്ന ആദരണീയരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ഈ വേദിയിൽ മനസ്സുകൊണ്ട് ഹബീബിനെ സ്നേഹിച്ച ഇമാം ബൂസീരിയുടെ പൊള്ളുന്ന വചനങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ
ഒത്തുകൂടാനെത്തിയ പ്രിയപ്പെട്ട വിശ്വാസികൾ, ഹബീബിനെ പറയുന്നതും കേൾക്കുന്നതും വിഷമമായി തോന്നുക യഥാർത്ഥത്തിൽ മനസ്സ് ചത്തവർക്ക് മാത്രമാണ്. മനസ്സ് സജീവമാണോ നിർജീവമല്ലയോ അവർ ഹബീബിനെ പറയും, ഓർക്കും, പാടും, പ്രസംഗിക്കും, എഴുതും. പാടുന്നതും പ്രസംഗിക്കുന്നതും പറയുന്നതുമൊക്കെ കേട്ട് അവർ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബൂസീരി രചിച്ച കവിത നബിതങ്ങൾക്ക് പാടിക്കൊടുക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇളം കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്ന മരച്ചില്ലകളെ പോലെ ഇമാം ബൂസീരിയുടെ വരികൾക്ക് ആട്ടം പിടിച്ച് അതിന് ഹരം പിടിച്ച് ആടുന്ന രംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുർ റജാ ഇമാം ബൂസീരിയുടെ കൂട്ടുകാരൻ സ്വപ്നം കണ്ടു എന്ന് ഖർബൂത്തി പഠിപ്പിച്ചത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യമായി കേൾപ്പിച്ചതാണ്. അപ്പോൾ ഒരു മുസൽമാന്റെ ലക്ഷണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കേൾക്കുമ്പോൾ അതിൽ ഹരം പിടിക്കലും അതിൽ സന്തോഷിക്കലും സന്തോഷം പ്രകടിപ്പിക്കലുമൊക്കെ ഒരു മുസ്ലിമിന്റെ സ്വഭാവവും ഉത്തരവാദിത്വവുമാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം മനസ്സിൽ അടങ്ങാതെ അണപൊട്ടിയൊഴുകിയ വരികളാണ് ബുർദ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ഇപ്പോഴും നമ്മൾ പ്രവാചകാനുരാഗ പ്രകടനത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇന്ന് കടക്കാൻ പോവുകയാണ്. നബിതങ്ങളെ മദ്ഹ് ചെയ്യുന്നത് വലം തു സുന്നത മൻ നഹിയ വലാമയില എന്ന് പറഞ്ഞ വരി തൊട്ടാണ്. അതുവരെ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുകയല്ല, എന്നാൽ വ്യംഗ്യമായ രൂപത്തിൽ തുടക്കത്തിൽ തന്നെ മദ്ഹുകളുണ്ട്. നബിതങ്ങളോടുള്ള തൻ്റെ ആ അടങ്ങാത്ത സ്നേഹവായ്പ് ശരിക്ക് എടുത്തു കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെട്ടെന്നങ്ങ് മദ്ഹ് ചെയ്യാൻ പുറപ്പെടുകയല്ല. എന്തിനാ നബി തങ്ങളെ മദ്ഹ് ചെയ്യുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യൻ നബി തങ്ങളെ പ്രകീർത്തിക്കുന്നത് തൻ്റെ പ്രവാചകരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം താൻ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറഞ്ഞല്ലോ, കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കവിത ആലപിക്കുന്നത് എന്ന് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒന്നാമത്തെ ദിവസം എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുകയുണ്ടായി. ഇമാം ബൂസീരി ഒരു വലിയ തെറ്റു ചെയ്ത ആളാണ് എന്ന് മനസ്സിലാക്കരുത് എന്ന് അന്ന് വിശദീകരണവും പറഞ്ഞിരുന്നു. വിനയം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ മഹാനാകും തോറും, ഒരു വ്യക്തി വലുതാകും തോറും അയാൾക്ക് തോന്നുന്ന, ആ മഹാന് തോന്നുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ്, പടച്ചവനെ ഞാൻ ഒന്നുമല്ലല്ലോ. അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ കിടന്ന് കൊച്ചാകുന്നത്, കൊച്ചായി കളിക്കുന്ന രംഗം ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുള്ള സർവ്വ മഹാന്മാരിലും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇവർ പാപമോചനം ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്നത് തന്റെ പാപം പുറത്തു കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ഹബീബ് തന്നെ ഏറ്റെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ ആ ഹബീബിനോട് പെട്ടെന്ന് ഹബീബിനെ മദ്ഹ് ചെയ്തങ്ങ് തുടങ്ങുകയല്ല. ഇതാ ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് സ്വയം ഏറ്റുപറഞ്ഞ് ഒരുപാട് സതുപദേശങ്ങള് എങ്ങനെയാണ് നേരെ ചൊവ്വെ ജീവിക്കുക എന്ന് പഠിപ്പിക്കുന്ന വരികൾ പറഞ്ഞതിന്റെ ശേഷം, തന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞതിന്റെ ശേഷം ജ്ഞാനികളായ പലരും ചെയ്യാറുള്ളത് ഇത്തരം ഏർപ്പാടാണ്. എന്തിന്? അനുവാചകരെയും കൂടെ ആ വിഷയത്തിലേക്ക് ത്രില്ല് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്വഭാവമാണത്. ഞാനെല്ലാം തികഞ്ഞവനാണ്, ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മനുഷ്യന് പ്രയാസമുണ്ടാകും. അപ്പോൾ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണം അവർ സ്വയം തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഇതാ നമ്മൾ കൂട്ടായി ചിന്തിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായത് ചിന്തിക്കാനും അതേക്കുറിച്ച് മനസ്സിലാക്കാനും അല്ല തന്റെ തെറ്റുതിരുത്താനുമുള്ള ഒരു സന്മനസ് ഏതൊരുത്തരും ഉണ്ടായിത്തീരും എന്നതാണ് സത്യം.
അതുകൊണ്ട് ബഹുമാനപ്പെട്ടവര് ആദ്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യം തന്റെ അനുരാഗച്ചൂടറിയിച്ച് അതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ എങ്ങനെ നന്നാവണം, എനിക്ക് നന്നാവാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് എങ്ങനെ നന്നാവണമെന്ന് പഠിപ്പിച്ച് വീണ്ടും തന്റെ തനിക്ക് കുറ്റബോധം തലക്കു പിടിച്ചിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞു വന്നത് നഫ്സിനെ കരുതിയിരിക്കണമെന്ന ഏറ്റവും വലിയൊരു ഗുണപാഠമായിരുന്നു. അത് സംബന്ധമായി നമ്മൾ ഒരുപാട് പറയുകയുണ്ടായി. നഫ്സ്, നിങ്ങളുടെ ശരീരം നിങ്ങളെ പിഴപ്പിക്കും. പിന്നെ നിങ്ങളെ പിഴപ്പിക്കുന്ന പ്രധാന ഘടകം ശൈത്താനാണ്. ആ പിശാച് നിങ്ങളെ പിഴപ്പിക്കുമെന്ന സത്യത്തിലേക്കാണ് ഇന്ന് കടന്നു വരാനിരിക്കുന്നത്. അതിന്റെ മുമ്പ് നിങ്ങൾ കണ്ണുകലക്കി കരയണമെന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി എനിക്കും നിങ്ങൾക്കും പരിഹാരമാർഗമായി പഠിപ്പിച്ചു തന്നു. ഇന്ന് വീണ്ടും നിങ്ങളെ ഞാൻ പഠിപ്പിച്ച ആ നഫ്സ് നിങ്ങൾക്ക് വേണ്ടാത്തരം ചിന്തിപ്പിക്കുന്ന, വേണ്ടാത്തത് നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വശരീരത്തിന്റെ ഇച്ഛകളോട് നിങ്ങൾ പൊരുതണം. പോരാ, നിങ്ങളെ പിഴപ്പിക്കുന്ന പുറത്തു നിന്ന് നിങ്ങൾക്കിടപെടുന്ന, ഒന്ന് നിങ്ങളുടെ ശരീരം തന്നെയാണ് നിങ്ങളുടെ ശത്രു, രണ്ട് പുറത്തു നിന്ന് നിങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു ശത്രുവുണ്ട്, അവനാണ് പിശാച്. ഈ പിശാചിനോടും നിങ്ങൾ തീർത്തും എതിരായിട്ട് തന്നെ നിൽക്കണം. شيطان وعصهما وإنهما محضاك النصح فاتهمي وخالف النفس والشيطان. മോനെ, നീ നിന്റെ ശരീരത്തോട് പൊരുതണം. നിന്റെ ശരീരം പറഞ്ഞതിന് എതിരെ നീ ചെയ്യാവൂ. വഖാലിഫിൻ നഫ്സ വശൈത്താന, പിശാചിനോടും നീ എതിരാവണം. ശരീരവും പിശാചും പറഞ്ഞത് നീ കേൾക്കരുത്. ഇതാണ് ശരീരത്തോടും പിശാചിനോടും നീ എതിരാവണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വഅസിഹിമ, അവർ പറഞ്ഞതിന് എതിരെ നീ ചെയ്യാവൂ, അവരോട് നീ എതിരാവണം. വഅസിഹിമ, അവരോട് രണ്ടുപേരോടും നീ അനുസരണക്കേട് കാണിക്കണം. വഇൻഹുമാ മഹബാകൻ നുസ്ഹ ഫത്തഹിമി, ആ പിശാചും നിന്റെ ശരീരവും നിനക്ക് തെളിഞ്ഞ സാരോപദേശം തന്നാലും പ്രഥമ ദൃഷ്ട്യാ തോന്നും നിന്റെ സതുപദേശകനാണ് നിന്റെ ശരീരമെന്ന്, നിനക്ക് ഖൈറുള്ള കാര്യമാണ് പറയുന്നതെന്ന്, പിശാച് നിന്റെ നന്മയിലേക്കാണ് വിളിക്കുന്നതെന്ന് നിനക്ക് തോന്നിയാലും ഫത്തഹിമി, നീ ആ തെളിഞ്ഞ നിഷ്കളങ്കമായ സാരോപദേശമാണെന്ന് കരുതുന്ന വിഷയത്തിലും നീ പിശാചിനെ തെറ്റുധരിക്കണം. ഫത്തഹിമി, കാരണം നിന്റെ വ്യക്തമായ രണ്ട് ശത്രുക്കളാണിവർ. നഫ്സും ശൈത്താനും നിന്റെ ശത്രുക്കളാണ്. അവസരം കിട്ടിയാൽ നിന്നെ പറ്റിക്കണം എന്ന് കരുതി അടവുമായി നടക്കുകയാണിവർ. അതുകൊണ്ട് ഇവരെ നീ അനുസരിച്ചു പോകരുത്. ഇതാണ് ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നഫ്സിനെ കരുതിയിരിക്കണം. അത് സംബന്ധമായി കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ പറഞ്ഞത് ശൈത്താനിനെയും കരുതിയിരിക്കണം. രണ്ടാളെയും അനുസരിക്കരുത്. വലാ തുതിഉ മിൻഹുമാ ഖസ്മൻ വലാ ഹകമാ ഫഅൻത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹകമി. വലാ തുതിഉ മിൻഹുമാ, ഇവർ രണ്ടുപേരിൽ നിന്നും നീ അനുസരിക്കരുത്. രണ്ടാളുടെ കൂട്ടത്തിൽ നിന്നും നീ അനുസരിക്കരുത്. ഹകമൻ ഖസ്മൻ വലാ ഹകമാ, ഒരിക്കലും നീ തർക്കിയുടെ റോളിൽ ഒരാൾ വരുന്നെങ്കിൽ, നിന്നോട് തർക്കിക്കുന്നവന്റെ റോളിൽ ഒരാൾ വരുന്നെങ്കിൽ അവനെ നീ സ്വീകരിക്കാൻ പാടില്ല. വലാഹക്കമ, വിധികർത്താവായിട്ടും അവരെ നീ അനുസരിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയാം. എന്തേ കാരണം? ശരീരമോ പിശാചോ നിനക്കു വേണ്ടി വാദിക്കുന്നവരെ, നിനക്കു വേണ്ടി തർക്കിക്കുന്നവൻ, നിന്നോട് തർക്കിക്കുന്നവനായി നീ കണ്ടാൽ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി മധ്യസ്ഥം പറയുന്നയാളായിട്ട് കണ്ടാൽ, രണ്ടായാലും നീ അവരെ അനുസരിക്കാൻ പാടില്ല. കാരണം فأنت تعرف كيد الخصم والحكم, തർക്കിക്കുന്നവന്റെയും അതുപോലെ തന്നെ വിധി പറയുന്ന ന്യായാധിപന്മാരുടെയും തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ അറിയുന്നവനാണ് നീയും. അവർ നിന്നെ പറ്റിക്കുമെന്ന ബോധം നിനക്ക് വേണം. فأنت تعرف كيد الخصم والحكم. അപ്പൊ ശരീരവും പിശാചും നിന്റെ വ്യക്തമായ ശത്രുക്കളായിരിക്കെ അവര് ഹസ്മായിട്ടും ഹക്കമായിട്ടും രണ്ടു നിലക്ക് വന്നാലും നിന്നോട് തർക്കിക്കുന്നു. എന്നാൽ ആ തർക്കത്തിൽ നീ അവർക്ക് കീഴൊതുങ്ങി കൊടുക്കാൻ പാടില്ല.
നീ അവരനുസരിക്കാൻ പാടില്ല. അല്ല, നീയും മറ്റൊരാളും തർക്കിക്കുമ്പോ അവിടെ മദ്യം പറയാനാണ് വന്നതെങ്കിൽ അതും നീ സ്വീകരിക്കരുത്. മധ്യസ്ഥന്റെ റോളിൽ വന്ന് നിന്റെ എതിരാളിക്ക് അനുകൂലമായി ഇവൻ വിധിക്കും, കരുതണം. എന്താ ഈ പറഞ്ഞത്? നഫ്സ്, ശൈത്താന്, അഖ്ല്, 3 സംഗതികളാണ് ഇവിടെയുള്ളത്. ഇത് നമ്മൾ മിനിയാമത്തെ ക്ലാസ്സിൽ ഒരല്പം പറഞ്ഞതാണ്. ഷഹ്വത്തും അഖ്ലും. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നഫ്സ്, ഈ നഫ്സിന്റെ താല്പര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ ഷഹ്വത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഇച്ഛാശക്തി ഒന്ന്, നിന്റെ ശരീരത്തിന്റെ ഇച്ഛാശക്തി. അതുപോലെ തന്നെ പിശാച് ഒരു ഭാഗത്ത്, വിവേകം ഒരു ഭാഗത്തും. അങ്ങനെ ഇവിടെ രണ്ടുപേരെയാണ് അനുസരിക്കരുതെന്ന് പറഞ്ഞത്, ഇച്ഛാശക്തിയെയും പിശാചിനെയും. ഇവർ രണ്ടാളായിട്ട് നിന്നാൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ? ഇപ്പൊ ഇവന് തോന്നുന്നു സുബഹി നിസ്കരിക്കണം. അതിരാവിലെ സുബഹിയുടെ ബാങ്ക് കേട്ടപ്പോൾ ഇവന് തോന്നുന്നു സുബഹി നിസ്കരിക്കണം. ഇവന്റെ വിവേകം പറയുന്നു, ഇവന്റെ അഖ്ല് പറയുന്നു, ബുദ്ധി പറയുന്നു നിസ്കരിക്കണം, അല്ലെങ്കിൽ കടുത്ത അദാബ് സഹിക്കേണ്ടി വരും. പക്ഷേ ശരീരം പറഞ്ഞ് നീ അവിടെ കിടന്നോ. ശരീരത്തിനൊട്ടും ഇഷ്ടമല്ലേ നിൽക്കുന്നത്. സുബഹി നിസ്കാരം ഇതിന് വ്യക്തമായൊരു ഉദാഹരണമാണ്. കാരണം പലപ്പോഴും പായയിൽ നിന്ന് പൊങ്ങാത്ത ഒരു നിസ്കാരമാണ് യഥാർത്ഥത്തിൽ സുബഹി നിസ്കാരം. അപ്പൊ ശരീരം പറയുന്നു അവിടെ കിടന്നോ. കണ്ടോ, ശരീരം നമുക്ക് ദുർമന്ത്രങ്ങൾ ചൊല്ലിത്തരുന്നു, കേൾക്കരുത്. അല്ലെങ്കിൽ പിശാച് പറയുന്നു അവിടെ കിടന്നോ. പിശാച് നമ്മളെ ഒന്നും കൂടെ മയക്കി ഉറക്കുകയാണ്. ഇല്ല, ഇവർ രണ്ടുപേരെയും നീ അനുസരിക്കുക. അപ്പൊ സുബഹി നിസ്കരിക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ നിന്നോട് നഫ്സോ ശൈത്താനോ തർക്കിക്കാൻ വന്നാൽ, ഹസ്മിന്റെ റോളില് തർക്കിച്ചുകൊണ്ട് നീ പറയുന്നതിനെതിര്, നിന്റെ ബുദ്ധി പറയുന്നതിനെതിര് പറയാൻ വന്നാൽ നീ അനുസരിക്കരുത്. നിന്റെ ബുദ്ധി പറയുന്നത് നീ എടുക്കണം. അല്ല, ഇനി നീയും ശൈത്താനും തമ്മിൽ തർക്കിക്കുന്നു. ശൈത്താൻ നിന്നോട് പറഞ്ഞു സുബഹി നിസ്കരിക്കണ്ട, ഇപ്പെഴുന്നേൽക്കണ്ട, ഇനിയും കുറെ സമയമില്ലേ, ഖളാ ആകുന്നതിന് മുമ്പ് എഴുന്നേൽക്കാം. മയക്കിക്കിടത്തി ഉറക്കാനുള്ള തീരുമാനമാണ്, നിസ്കാരം നഷ്ടപ്പെടുത്താനുള്ള തീരുമാനമാണ്. പുറത്തങ്ങ് കിടന്നോ എന്ന് പിശാച് പറയുന്നു. നമ്മൾ പറയുന്നു അത് പറ്റൂല. അപ്പൊ നമ്മൾ നമ്മുടെ നഫ്സിനെ അവിടെ വിധികർത്താവാക്കിയിടുന്നു. നഫ്സ് ഇവിടെ നമ്മളോട് തർക്കിക്കല്ലേ ചെയ്യുന്നത്. ഞാനും പിശാചും തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിൽ ഇടപെട്ട് നീ വിധി പറയണം. നഫ്സ് പറയുന്നത് കേൾക്കാം, കേൾക്കരുത്. കാരണം ഇവർ രണ്ടാളും ചങ്ങാതിമാരാണ്. പിശാചും നഫ്സും ചങ്ങാതിമാരായതുകൊണ്ട് നീ ഒരിക്കലും വികാരത്തെ വിധികർത്താവായി വിട്ടുകൊടുക്കരുത്. അതാണ് ഈ പറഞ്ഞത്. ഇനി നേരെ തിരിച്ച് പറഞ്ഞതിന്റെ നേരെ ഉൽട്ടയും വരാം. നഫ്സ് നിന്നോട് രണ്ട് റോളിലും നഫ്സും വരാം. വിധികർത്താവായിട്ടും നിന്നോട് തർക്കിക്കുന്നവനായിട്ടും നഫ്സും വരാം. അതേ രൂപത്തിൽ തന്നെയാണ് ശൈത്താനും വരാം. രണ്ടായാലും നീ ഒരിക്കലും നീയും നഫ്സുമായുള്ള പ്രശ്നത്തിൽ പിശാചിനെ നീ വിധികർത്താവാക്കരുത്. നീയും പിശാചുമായുള്ള പ്രശ്നത്തിൽ നഫ്സിനെയും നീ വിധികർത്താവാക്കരുത്. അതാണ് ഈ പറഞ്ഞത്. കാരണം നിനക്കെതിരെ വാദിക്കുന്നവന്റെയും അതുപോലെ തന്നെ വിധി പറയുന്നവന്റെയും കുതന്ത്രങ്ങളെ കുറിച്ച് നിനക്കറിയാം. വിധി പറയുന്നവൻ ന്യായമായി വിധി പറയുമെന്ന് കരുതരുത്. കാരണം കോർട്ടുകളിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരവസ്ഥയാണെന്ത്? ജഡ്ജ് ഏത് ഭാഗത്തേക്കാണോ നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചൊക്കെ പലപ്പോഴും വിധി പറയാറുണ്ട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ജഡ്ജ് വാട്ടം പിടിച്ച് പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഗതികേടുണ്ടാവാറുണ്ട്. നിരപരാധികൾ പലപ്പോഴും കേസിൽ നിരപരാധികളെ കുടുക്കിക്കളയാൻ ജഡ്ജിന് സാധിക്കാറുണ്ട്. കാരണം എന്താ? അയാള് നമ്മുടെ പ്രതിയോട് വാട്ടം പിടിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കെതിരെ അയാൾ വിധി കൽപ്പിച്ചേക്കാം. ഇത് സ്വാഭാവികമാണ്. പക്ഷേ കൂടുതൽ ആയുസ്സൊരു പക്ഷേ ഉണ്ടായില്ലെന്ന് വരാം, അല്ലെങ്കിൽ ഭൂമിയിൽ ആയുസ് ഉണ്ടായെന്ന് വന്നേക്കാം. അള്ളാഹുവിന്റെ മുമ്പിൽ വില പോകില്ല. ഇത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയമാണ്. ജഡ്ജിമാര് പക്ഷപാതം പിടിച്ചുകൊണ്ട് കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. അത് ചിലപ്പോൾ പണം കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ ഇവിടെ കുറ്റമാരോപിക്കപ്പെട്ട വ്യക്തിയോട് ഇയാൾക്ക് മാനസികമായി പൊരുത്തമില്ലാത്തത് കൊണ്ടാവാം. കാരണം കേരളത്തിൽ നമ്മൾ പല പാഷാണങ്ങളെയും ഈ രൂപത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് അവരത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, വിഷയത്തിലേക്ക് തന്നെ വരാം. ജഡ്ജിമാരുടെ കുതന്ത്രങ്ങളും അതുപോലെ തന്നെയാണ് വാദിക്കുന്നവരുടെ കുതന്ത്രങ്ങളും നിനക്കറിയുന്നത് കൊണ്ട്, നിന്നോട് തർക്കിച്ച് വാദിക്കുന്നവരുടെ കുതന്ത്രങ്ങളും നിനക്കറിയുന്നത് കൊണ്ട് വിട്ടുപോകരുത്. പിശാചിനെയോ നിന്റെ ശരീരത്തെയോ നീ ഈ രണ്ട് റോളിലും നിർത്തി അവർക്കനുസരിച്ച് പോകുന്ന ചുറ്റുപാടുണ്ടാവരുത്. കാരണം രണ്ടുപേരും അപകടമാണ്. പിശാചിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ഇവിടെ പിശാച്
പിശാചിനെ നിങ്ങൾ ഒരിക്കലും അനുസരിക്കരുതെന്ന് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് പിശാചിന്റെ ദുർബോധത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ആരാണ് പിശാച്? ആരാണ് പിശാച്? എന്താണ് പിശാചിന്റെ വേല? എങ്ങനെയാണ് പിശാചിൽ നിന്ന് രക്ഷപ്പെടുക? ഈ 3 കാര്യം ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്യുമ്പോഴേക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ സമയനഷ്ടം ഭയന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചർച്ചയിൽ നിന്ന് തിരിച്ചു വരും. ആദ്യം, ആരാണ് പിശാച്? ആരാണ് പിശാച്? ശൈത്താൻ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ജിന്നുവർഗത്തിൽ വൃത്തികെട്ട പണിയെടുക്കുന്നവൻ. ലോകത്ത് 2 വിഭാഗമുണ്ടല്ലോ, മനുഷ്യനും ജിന്നും. ഇവരിൽ വൃത്തികെട്ട ഏർപ്പാടെടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പിശാച്, ശൈത്താൻ. നല്ല മനുഷ്യന്മാർക്ക് ശല്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ. ജിന്നുവർഗത്തിൽ വൃത്തികെട്ടവൻ ഭൂതപിശാചും, മനുഷ്യവർഗത്തിൽ വൃത്തികെട്ടവൻ മനുഷ്യപിശാചുമാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് ഭൂതവർഗത്തിൽ മാത്രമല്ല പിശാചുള്ളത്. വഹാലിഫിൻ നഫ്സ വശൈത്താന എന്ന് പറഞ്ഞ ഈ കാണാത്ത പിശാചിനെ നീ എതിർക്കണമെന്ന് മാത്രമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചിലപ്പൊക്കെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവൻ പിശാചായിരിക്കും, അവനെയും കരുതണം. വായനശാലയിലായിരിക്കും ഒരു പക്ഷേ ഉണ്ടാകുക, ചായമക്കാനിയിലായിരിക്കും ഒരു പക്ഷേ ഉണ്ടാകുക. അവനെയൊക്കെ നീ ഒരു പക്ഷേ പിശാചിന്റെ റോളിൽ പലപ്പോഴും കാണേണ്ടി വരും. അവനെയും നീ അനുസരിക്കരുത്. അനുസരിച്ചാൽ നിന്റെ വിജയം തീർച്ചയായും നിന്റെ വിജയത്തിൽ അവനൊരു വിലങ്ങുതടിയാവുമെന്ന് നീ ചിന്തിക്കുന്നത് നല്ലതാണ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ല, ജിന്നുവർഗത്തിൽ മാത്രമല്ല, ജിന്നുവർഗത്തിൽ പിശാചുണ്ട്, അത് നമ്മൾ നേരത്തെ വിശ്വസിച്ചതാണ്. ശൈത്താൻ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അതാണ്, ഭൂതവർഗത്തിലെ പിശാച്, കാണാത്ത സാധനം, ഭൂതവർഗത്തിലെ പിശാച്. ഇത് നമുക്ക് ബോധ്യപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർമ്മപ്പെടുത്തിയല്ലോ. കുറച്ചു മുമ്പ് ഈ ജിന്നും പിശാചും ഒന്നും ഇല്ലെന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗമടക്കം ഇപ്പൊ ഇതുണ്ട് എന്ന് അംഗീകരിക്കുന്നിടത്തേക്ക് എത്തുകയും ചെയ്തു. കാരണം ഇനി പ്രയാസങ്ങളില്ല. പക്ഷേ നമ്മൾക്ക് ജിന്നും ശൈത്താനും കൂടിയതുപോലെ അല്ല എന്ന് മാത്രം. ഇവർക്ക് കൂടി വെക്കുമ്പോൾ കുറച്ച് വിഷമായിപ്പോയി. കാരണം ചുടുവെള്ളം പുറത്തേക്ക് ഒഴിക്കാൻ വയ്യ, മേശയുടെ വലിപ്പ് തുറക്കാൻ വയ്യ, തുറന്നാൽ അടക്കാൻ വയ്യ. കാരണം അതിലൊക്കെ ഇത് കുടുങ്ങിപ്പോകുന്നാ പറയുന്നത്. തേങ്ങട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജിന്നു കുടുങ്ങും. ഇങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന അരീക്കോട് മജ്മയിലെ വിദ്യാർത്ഥികൾ അതിൻ്റെ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമ്മുടെ ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് വിശാലമായ രൂപത്തിൽ കേരളത്തിലെ എല്ലാ തലതൊട്ടപ്പൻ മൗലവിമാരുടെയും ക്ലിപ്സുകൾ എടുത്തുകൊണ്ട് ഇവിഷയമായി ചൂടേറിയ ഒരു ചിത്രം എല്ലാവർക്കും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ദിവസം അത് പുറത്തിറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, വളരെ മോശമായ രൂപത്തിൽ 92 പിശാചും ശൈത്താനുമില്ലെന്ന് പറഞ്ഞ് പ്രസംഗിച്ച്, വളരെ മോശമായ രൂപത്തിൽ പ്രസംഗിച്ച അതേ മൗലവി 2006, 2007 ഉണ്ട് എന്ന് പ്രസംഗിക്കുകയും മാത്രമല്ല അന്ന് ദുർബലമാക്കിയിരിക്കുന്ന ഹദീസുകളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് സ്വീകാര്യമായി. ആ ആയത്തുകളൊക്കെ അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, സുന്നികളായ ഖുറാബികൾ ഇതുണ്ട് എന്ന് പറഞ്ഞതിന് നമ്മളിതില്ല എന്ന് പറയണോ? എത്ര ഹദീസും ആയത്തും നമ്മൾ നിഷേധിക്കണം സുല്ലമി എന്ന് ചോദിച്ച് തന്റെ ഗുരുനാഥനെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുനാഥൻ അതിന് മറുപടി പറയുന്നു, അതൊന്നും പറയാനുള്ള സമയമല്ല, അത് പറഞ്ഞാൽ നമ്മുടെ ഈ വിലപ്പെട്ട വേദി അതിന് കളയണ്ടല്ലോ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞ ഒരു കൂട്ടർ മനുഷ്യർക്ക് ശല്യം ചെയ്യാൻ പിശാചിന് കഴിയുമെന്നും അങ്ങനെ ശല്യം ചെയ്താൽ ചില രോഗങ്ങളും വികൃതികളും ഒക്കെ മനുഷ്യരിൽ ഒപ്പിച്ചാൽ അതിന് മാർഗം ആത്മീയ ചികിത്സയാണെന്നും ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളെ കൊച്ചാക്കിയിരുന്ന ഇവർ പറയുകയും ഇവർ തന്നെ സ്വയം ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, ഗതികേടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് ഇതിനെ എതിർത്ത് ഇന്നത് സ്വയം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പിശാചിനെ അടിച്ചിറക്കുന്നതൊക്കെ മൗലവി ഇങ്ങനെ പറയാണ്. പച്ചയായിട്ട് പറയാം, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മുജാഹിദ് തന്നെയാണോ ഇത് പറയുന്നതെന്ന് തോന്നിപ്പോകും. തീർച്ചയായിട്ടും ശരിക്കങ്ങോട്ട് ബോധ്യപ്പെടും. അത് നിങ്ങൾ ആ വീഡിയോ ക്ലിപ്സ് അടങ്ങുന്ന ആ വീഡിയോ കാസറ്റ് CD നിങ്ങൾ എല്ലാവരും വാങ്ങി കേൾക്കണമെന്ന് നിങ്ങളോട് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം മുജാഹിദിനെ പറ്റി സാധാരണക്കാരായ പ്രവർത്തകർ ചെറിയൊരു മതിപ്പോടുകൂടി കൂടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അയാൾ ആ പ്രസ്ഥാനം വിടാൻ മാത്രം വകുപ്പുണ്ട്. അത് വേറെ എവിടേക്ക് നിൽക്കാന്നല്ലാതെ അസംഘടനയിൽ പിന്നെ തുടരൂല. അത്രയും മോശമായ രൂപത്തിലാണ് അതിലെ അവതരണങ്ങൾ. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇത് നേരത്തെ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ഇതുപോലെയല്ല, നമുക്കതിലൊരു നിലപാടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ നിലപാട്, ഒക്കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. നമ്മൾ എവിടെയും ഒരു മധ്യമ സമൂഹമാണ്. ഉണ്ടോന്ന് ചോദിച്ചുണ്ട്. കാണുന്നതൊക്കെ അതാണെന്ന് പറയാൻ അത് നമ്മളില്ല. കാണുന്നതൊക്കെ അതാണ്, എല്ലായിടത്തും അത് തന്നെയാണ്. ഉണ്ട്, അങ്ങനെ ഒരു വിഭാഗമുണ്ടെന്നും
മനുഷ്യനേക്കാൾ വർഗപരമായിട്ട് അവർക്ക് ചില കഴിവുകളുണ്ടെന്നും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വർഗപരമായിട്ട് ജിന്നിന് മനുഷ്യനേക്കാൾ കഴിവുണ്ട്. വർഗപരമായിട്ട് കഴിവുണ്ട് എന്ന് പറയാൻ കാരണം വ്യക്തിപരമായി മനുഷ്യൻ തന്നെയാണ് ഇവിടെ ഏറ്റവും അത്യുന്നതൻ. ഒരു വ്യക്തി ഉയർന്നാൽ ജിന്നിനേക്കാൾ വലിയ കഴിവുണ്ടാകും. അതേസമയത്തോ വർഗപരമായി അവരെ സൃഷ്ടിച്ചത് തീയുകൊണ്ടാണെന്ന കാരണം കൊണ്ട് നമ്മൾ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കാൻ അവർക്ക് കഴിയും. നമ്മൾ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കണ്ടോ നിങ്ങൾ ജിന്നുകളെ കീഴൊതുക്കി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ജിന്നുകളെ നാം അദ്ദേഹത്തിന് ശയാത്തീനിനെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കാരണം എന്താ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ബൈബിൾ പരിചയപ്പെടുത്തുന്ന സോളമൻ രാജാവ് ലോകം മുഴുവൻ അടക്കി ഭരിച്ച നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഡൽഹിയിലെ കഥ അതേ സെക്കൻഡിൽ അറിയേണ്ട ഒരു വ്യക്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് തന്റെ കൂട്ടത്തിലുള്ള ഒരു പ്രവർത്തകനെ, സുലൈമാൻ നബിക്ക് അതിലേറെ സ്പീഡിൽ വേണമെങ്കിൽ പോകാനും വരാനും കഴിയും, തന്റെ കൂട്ടത്തിലുള്ള ഒരു പ്രവർത്തകനെ ഇവിടുത്തെ കാര്യം നോക്കി തന്നെ അവിടുത്തെ കാര്യം അറിയാൻ പറഞ്ഞയച്ചാൽ എത്തണമെങ്കിൽ കുറെ താമസം പിടിക്കും. അപ്പൊ അല്ലാഹു തആല കുറെ പിശാചുക്കളെ, ജിന്നുകളെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുക്കുന്നു. അനുസരിക്കാത്തവരെ തന്നലക്കിടുന്നു, അല്ലാത്തവർ മുഴുവനും പറഞ്ഞത് കേൾക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സാദിൽ അല്ലാഹു ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മുഴുവനും എടുത്തു വെച്ച് പറയുമ്പോഴേക്ക് നമുക്ക് ഇന്നും വിഷയത്തിലേക്ക് കടക്കാൻ കഴിയാതെ പോകുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ വെട്ടിച്ചുരുക്കുന്നത്. ആരാണ് അവളുടെ സിംഹാസനം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുക എന്ന് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനത്തെ കുറിച്ച് ചോദിച്ചപ്പോ കൂട്ടത്തില് ജിന്നുകളുടെ കൂട്ടത്തിൽ അതിശക്തനായ ഒരു ജിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ദാ ഞാൻ കൊണ്ടുവന്നു തരാം, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്നു തരാം. കണ്ടോ, വർഗപരമായ ജിന്നായതുകൊണ്ടുള്ള കഴിവാണത്. പക്ഷേ ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന മനുഷ്യ വലിയ അദ്ദേഹം ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കണ്ണടച്ച് തുറക്കുന്നതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവരും. ഇതാ ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായി മനുഷ്യൻ ഉയർന്നാൽ അതിലേറെയൊക്കെ ഉയരും. കാരണം അവന്റെ കണ്ണും കയ്യൊക്കെ നേരിട്ട് അള്ളാഹു പറഞ്ഞു ഞാൻ അങ്ങോട്ടായിക്കൊള്ളാം. അത്രയും സ്പീഡിൽ അവന്റെ കണ്ണുകൊണ്ടും കയ്യുകൊണ്ടും കാലുകൊണ്ടും ഒക്കെ കൈകാര്യം ചെയ്യാൻ, അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പവറിലേക്ക് അവനെ എത്തിക്കുമെന്നാണല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് മഹാന്മാര്, മനുഷ്യരുടെ കൂട്ടത്തിലുള്ള മഹാന്മാരുടെ പ്രത്യേകത. പക്ഷെ വർഗപരമായി ജിന്നായിപ്പോയി എന്ന കാരണം കൊണ്ടുള്ള കിട്ടിയ കഴിവാണ് അവർക്ക്. അതുകൊണ്ട് അവർക്ക് ആ ജിന്നുകളുടെ സേവയുള്ളവർക്ക്, അല്ലെങ്കിൽ ആ ജിന്നുബാധയേറ്റ ഒരാൾക്ക് നമ്മൾ കാണാത്ത കാര്യം കാണാൻ കഴിയും, നമ്മൾ കേൾക്കാത്ത കാര്യം കേൾക്കാൻ കഴിയും. എന്തേ കാരണം? അയാളുടെ കൂടെ നിൽക്കുന്നയാൾക്ക് അതൊക്കെ പെട്ടെന്ന് സാധിക്കുമെന്നതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കരുത്, ജിന്ന് കൂടിയ ആൾക്ക് വൈബറിയുമെന്ന് പറഞ്ഞ് നടക്കാറുണ്ട് നമ്മൾ. അങ്ങനെയൊന്നും പറയണ്ട. ജിന്നിന് വൈബറിയുമെന്ന് തന്നെ ഇല്ലല്ലോ. കാരണം ഖുർആൻ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് പറഞ്ഞത്. ജിന്നിന് വൈബറിയില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിലുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായി വടിയിൽ നിന്ന സമയത്ത് അത് അറിയാൻ കഴിഞ്ഞില്ല ജിന്നുകൾക്ക്. നമുക്ക് വൈബറിയുമായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. അവർ തന്നെ പറഞ്ഞു, അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഈ വഷളത്തരം നമ്മൾ പേറേണ്ടിയില്ലായിരുന്നു. എത്ര കാലമായി സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുകയാണെന്ന് കരുതി, ആ ചില്ലുപളുങ്കിൽ നിന്ന് നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതി നാം അങ്ങനെ അമല് ചെയ്തുകൊണ്ടിരുന്നു, പൊരിഞ്ഞ പണിയെടുത്തുകൊണ്ടിരുന്നു. ഇത് വേണ്ടിയില്ലായിരുന്നല്ലോ. അല്ലാഹു എന്തിന് ഇത്രയും വലിയൊരു മഹാനെ ഈ നൃത്തം നിർത്തിച്ചു എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഒരു ദില്ലത്തിന്റെ ഏർപ്പാടല്ലേ, നിന്ദിക്കുന്ന ഏർപ്പാടല്ലേ? അല്ല, ബൈത്തുൽ മുഖദ്ദസിന്റെ പണി തീരാനുണ്ടായിരുന്നു. അത് മനുഷ്യന് തീർക്കാൻ പറ്റാത്ത പണിയായിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായി എന്ന് കേട്ടാൽ ഉടനെ ആ പണി അവിടെ നിൽക്കും. ജിന്നുകൾ തനി കള്ളന്മാരും മടിയന്മാരുമായിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ പേടിച്ചിട്ട് അവർ ഈ പണിയെടുക്കുന്നത്. ഇടക്കിടക്ക് ഈ ചില്ലും കൂട്ടിലേക്ക് ഇങ്ങനെ നോക്കും. ഇല്ലടാ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പൊരിഞ്ഞ പണി പിന്നെയും തുടരും. ഈ സംഗതി വഫാത്തായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇത് നമുക്ക് സംഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തഫ്സീറുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സംഭവം ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതൊന്നും വിശദമായി പറയാൻ സമയമില്ലാത്തതാണ്. ആ വടി കുത്തിപ്പിടിച്ചു നിന്ന വടി ചെതലു തിന്ന് പൊട്ടി വീണ സംഭവമൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിലേക്കല്ല വരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അലൈഹിസ്സലാം വഫാത്തായിട്ടുണ്ട് എന്ന വിവരം അവർക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. അതാ ഇവർ പറഞ്ഞത് കൈവറിയാൻ നമുക്ക് കഴിവില്ല. പിന്നെന്തുകൊണ്ട് ജിന്നുകൾക്ക്, ജിന്നു കൂടിയ ആളുകൾക്ക്, ജിന്നുബാധയേറ്റ ആൾക്ക് ചില അദൃശ്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നു? അത് ഗൈബല്ല, ജിന്നിന് വർഗപരമായിട്ടുള്ള കഴിവാണ്. ഉദാഹരണത്തിന് ഇവിടെ നിന്നിട്ട് വേങ്ങരയിൽ നിന്നിട്ട് ജിന്നുബാധയേറ്റ ഒരാൾക്ക്
അങ്ങകലെ ഡൽഹിയിലുള്ള കഥ പറയാൻ കഴിയും. കാരണം ഇയാൾ ഒപ്പമുള്ള ആൾക്ക് സെക്കൻഡ് കൊണ്ടവിടെ പോയി തരാൻ കഴിയും. അപ്പൊ ആ വിവരം അറിഞ്ഞ് അത് ഇയാളുടെ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കാൻ എളുപ്പമുണ്ട്. എന്നല്ല, 1000, 2000, 3000 ഒക്കെ വർഷമാണ് ഒരു ജിന്നിന്റെ ആയുസ് എങ്കിൽ ഈ ജിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് ഇയാൾ പറയുമ്പോ ഗൈബാണെന്ന് പറയണ്ട, അത് ജിന്ന് നേരിട്ട് കണ്ട അനുഭവമാണ്. കാരണം ഇയാൾ 3000 കൊല്ലം അതിന് ലോകത്തുണ്ടായിട്ട്. അപ്പൊ മൂപ്പര് നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയുമ്പോ അത് വിളിച്ചു പറയുന്ന മനുഷ്യൻ അത് ഗൈബല്ല. പറഞ്ഞു കൊടുത്താൽ ചൊല്ലിക്കൊടുത്താൽ നമുക്കും പറഞ്ഞുകൂടെ? പറയാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ആ മനുഷ്യന് ജിന്ന് കൂടിയെന്ന കാരണം കൊണ്ട് നമുക്കറിയാത്ത പലതും പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ജിന്നിന് ഗൈബറിയില്ല എന്നത് സത്യമാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. പിശാചുക്കളുടെ കൂട്ടത്തിൽ വൃത്തികെട്ട, ജിന്നുകളുടെ കൂട്ടത്തിൽ വൃത്തികെട്ടവന്റെ പേരാണ് ശൈത്താൻ. അതുപോലെ തന്നെ മനുഷ്യന്റെ കൂട്ടത്തിൽ വൃത്തികെട്ടവന്റെ പേരാണ് ശൈത്താൻ. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا مِّن شَيَاطِينِ الْإِنسِ وَالْجِنِّ. ഖുർആൻ പറഞ്ഞില്ലേ, ജിന്ന് ഇൻസ് വർഗത്തിൽ നിന്നുള്ള പിശാചുക്കളെ നാം ശത്രുക്കളാക്കി നിയമിച്ചിട്ടുണ്ട്. ഓരോ പ്രവാചകനും അങ്ങനെ നിയമിച്ചിട്ടുണ്ട്. അദുവ്വം മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിന്ന്. കണ്ടോ, അല്ലാഹു തആല പറയുന്നത് മനുഷ്യവർഗത്തിലും ഭൂതവർഗത്തിലും പിശാചുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരെയും കരുതിയിരിക്കണം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഭൂതപിശാചിനെ എങ്ങനെ കരുതിയിരിക്കും. അയാളുടെ പണി എന്താ? അയാളെ കരുതാൻ എളുപ്പമാണ്. കാരണം ഭൂതപിശാച് നമ്മുടെ മനസ്സിൽ വന്ന് ദുർമന്ത്രങ്ങൾ നടത്തുകയാണ്, നല്ലത് മുടക്കുകയാണ്. പിശാചിന്റെ പണി എന്താ എന്ന് മനസ്സിലായാൽ പിശാചിനെ പ്രതിരോധിക്കാൻ എളുപ്പമാണ്. പക്ഷേ പിശാചിനെ പ്രതിരോധിക്കാൻ എളുപ്പമാണ്. എന്ത്? പിശാചിന്റെ ഡ്യൂട്ടി എന്താന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താ ഇവന്റെ ഏർപ്പാട്? ഖുർആൻ പറഞ്ഞു, ഞാൻ ഓതി വെച്ച സൂറത്തുൻ നാസ്, ഇത് പൈശാചിക ദുർബോധം മാത്രമാണ് ഇത് പഠിപ്പിക്കുന്നത്. ഉല്ലഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനമനസ്സിൽ ദുർബോധം നടത്തുന്നവൻ ഇവനാണ് പിശാച്. ഇവന്റെ ശർറിൽ നിന്ന് നിങ്ങൾ അഭയം തേടണം. അവിടെയും പറയുന്നത് മിനൽ ജിന്നത്തി വന്നാസ്. കണ്ടോ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ഈ ജനമനസ്സിൽ ദുർബോധം നടത്തുന്ന ചങ്ങാതി ആരാ? മിനൽ ജിന്നത്തി വന്നാസ്, ഭൂതവർഗത്തിൽപ്പെട്ടവനാണ്, മനുഷ്യവർഗത്തിൽപ്പെട്ടവനുമാണ്. ഭൂതവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടവരാണ്. കണ്ടോ, അപ്പൊ രണ്ടു വിഭാഗത്തിലും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. രണ്ടു സ്ഥലത്ത് ഇപ്പം നമ്മൾ ഓതി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു വെക്കുക, ശൈത്താൻ എന്ന് പറഞ്ഞത് മനുഷ്യരിലുമുണ്ട് ഭൂതവർഗത്തിലുമുണ്ട്. ഭൂതവർഗത്തിലെ പിശാചിനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ കാണാൻ കഴിയും, വ്യത്യസ്ത രൂപങ്ങളിൽ. അസ്ലിയായ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് യഥാർത്ഥ രൂപത്തിൽ വന്നാൽ കാണാൻ കഴിയാത്ത ചുറ്റുപാടാണുള്ളത്. അതേസമയം എല്ലാ രൂപത്തിലും രൂപപ്പെടാൻ കഴിയും. അങ്ങനെ വന്നേക്കാം, അങ്ങനെ വന്നാൽ കാണാനും കഴിയും. എന്നാൽ ഈ പിശാചിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താ? നല്ലതിലേക്ക് പോകുമ്പം വേണ്ട വേണ്ട എന്നിങ്ങനെ മനസ്സിൽ വന്ന് മന്ത്രിക്കുന്നുണ്ടോ, ഉടനെ ഉറപ്പിക്കുക, പിശാച് എത്തിയിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ എത്ര എളുപ്പമാണ്. ഉദാഹരണത്തിന്, ഈ സദസ്സിലേക്കായി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ഒരാൾ തീരുമാനമെടുത്തു. 4 മണിക്ക് ഒരാൾ തീരുമാനിക്കാൻ ഇന്ന് മുർദാ മജ്‌ലിസിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഒരു 6-7 മണിയാകുമ്പോ അയാളുടെ മനസ്സിൽ മറ്റൊരു ദുർമന്ത്രം, എന്താ അപ്പം അങ്ങോട്ട് പോയിട്ട്, അതിലേറെ നമുക്ക് TV-യിൽ നല്ലൊരു പ്രോഗ്രാമുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ, അത് ഇന്നത്തെ എപ്പിസോഡ് നഷ്ടപ്പെടുത്തണ്ട എന്നിങ്ങനെ തോന്നുക. ഈ തോന്നൽ, നന്മയെ മുടക്കാൻ വേണ്ടിയുള്ള ഇത്തരം തോന്നലുകൾ എപ്പോഴാണോ നിന്റെ മനസ്സിൽ വരുന്നത്, അവിടെയാണ് പിശാച് ഇടപെടുന്നുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടത്. കണ്ടോ, എത്ര എളുപ്പമുണ്ട് വിഷയം. അങ്ങനെ ഇവനോട് സമരം ചെയ്ത്, ഇല്ലടോ, ഈ തരം ദുർമന്ത്രങ്ങൾ എന്റെ മനസ്സിൽ നീ വന്ന് നടത്തുമെന്ന് അല്ലാഹു എന്നെ പഠിപ്പിച്ചതാണ്, ഹബീബ് എന്നെ പഠിപ്പിച്ചതാണ്. നിന്റെ കയ്യിലെ പാവയായി ആടാൻ, നിന്റെ കയ്യിലെ പാവയായി നിനക്കനുസരിച്ച് ആടിത്തരാൻ, നിനക്ക് എന്നെ കളിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ് ദാ ഈ മജ്‌ലിസിലേക്ക് പുറപ്പെടണം. ജമാഅത്തിന് പോകുന്നവനെ മുടക്കാൻ വേണ്ടി പിശാച് പല മന്ത്രങ്ങൾ പറഞ്ഞ് അവനെ ഫുട്ബോൾ കണ്ടത്തിലേക്ക് എത്തിച്ചേക്കാം, കാളപ്പൂട്ട് കണ്ടത്തിലേക്ക് എത്തിച്ചേക്കാം. ഇതൊക്കെ പിശാചിന്റെ ഇടപെടലുകളാണ്. നന്മ മുടക്കാൻ പിശാച് പറഞ്ഞു, ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിശാചിനെ മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും, നഫ്സിനെ തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിയും. ശരീരം നമുക്ക് വേണ്ടാത്തരം തോന്നിപ്പിക്കും, പിശാച് തോന്നിപ്പിക്കും.
പിശാചിന്റെ പണി എന്താ? പിശാചിന്റെ പണി നല്ലത് മുടക്കുക എന്നുള്ള. ശരീരത്തിന്റെ പണി തിന്മ കൊണ്ട് നേരിട്ട് തിന്മക്ക് കൽപ്പിക്കുക എന്നുള്ള. വ്യഭിചരിക്കാനുള്ള ആഗ്രഹം ഇത് ശരിക്ക് തരുന്ന ഡയറക്റ്റ് ശരീരമാണ്. പിശാചിന് ബന്ധമല്ല എന്നല്ലോ പറഞ്ഞത്. ഒരു പുതിയ വിവാദമാക്കരുത്. പിശാചിന് ബന്ധമില്ല എന്നല്ല പറയുന്നത്. പിശാചിന്റെ സൈഡ് പണി മാത്രമാണിത്, മെയിൻ പണി ഇതല്ല. പിശാചിന്റെ മെയിൻ ഏർപ്പാട് നല്ലത് മുടക്കലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, നഫ്സിന്റെ പ്രധാന പണി തിന്മ കൽപ്പിക്കലാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. പിശാചിന്റെ പണിയോ ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. ഞാൻ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞതാ പിശാച്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹിനോട് പറഞ്ഞാ, നീ എനിക്ക് അവസാനം വരെ ആയുസ് തരുമെന്ന് വെച്ചപ്പോ അതെ തരാം, എന്നാലേ ഈ ആദമിന്റെ മക്കളെ പേപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ? ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. അവർക്ക് വേണ്ടി അവരുടെ നേരായ റൂട്ടിൽ അവരെ കാത്തിരിക്കും ഞാൻ. കണ്ടോ, പള്ളിക്ക് പോകുന്നിടത്താ ഞാൻ ഇരിക്കാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. അവരുടെ സിറാത്തുൽ മുസ്തഖീമില് നേരായ വഴിയിലൂടെ അവരെവിടെ സഞ്ചരിക്കുന്നു അവിടെ ഞാൻ അത് തെറ്റിക്കാൻ വേണ്ടി കാത്തിരിക്കും. ഇവിടെ ആവശ്യം പള്ളിക്ക് പോകുന്നിടത്ത്, മഹലിന് പോകുന്നിടത്ത്, ഇത്തരം നല്ല മജ്‌ലിസുകളിലേക്ക് വരുന്നിടത്ത്, നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ആ വഴിയിൽ നിങ്ങൾക്ക് ദുർബോധം നൽകി നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. വിശ്വാസപരമായി മാത്രമല്ല പറഞ്ഞത്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ കർമ്മത്തിലും വിശ്വാസത്തിലും ഒക്കെ ഉണ്ട്. അഖീദ ബയപ്പിക്കുമെന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, കർമ്മത്തിലും അഖീദയിലും വിശ്വാസത്തിലും കർമ്മത്തിലും സിറാത്തുൽ മുസ്തഖീം ഉണ്ട്. കർമ്മത്തിലുള്ള സിറാത്തുൽ മുസ്തഖീം മുടക്കുക എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ദുർചിന്തകൾ തന്നെ നമ്മളെ മുടക്കി വിടുക, നിസ്കരിക്കാൻ പോകുന്നവൻ അതിൽ നിന്ന് തടഞ്ഞു വിടുക. ഇതൊക്കെയാണ്, അതാണ് നമ്മൾ ഫാത്തിഹ സൂറത്തിലും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസപരമായിട്ടുണ്ട്, കർമ്മപരമായിട്ടുണ്ട്, ദുന്യവിയായ കാര്യങ്ങളുണ്ട്, ഉഖ്റവിയായ കാര്യങ്ങളുണ്ട്, ഇടപഴക്കങ്ങളുടെ വിഷയങ്ങളുണ്ട്. എല്ലായിടത്തും റബ്ബേ എനിക്കൊരു നേർവഴി നീ കാണിച്ചു തരണേ എന്നാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈളാവിയൊക്കെ പറയുന്നത് കാണാം. അതുകൊണ്ട് പിശാച് പറയുന്നു, ഞാൻ അവരുടെ നേരായ റൂട്ടിൽ അവരെ കാത്തിരിക്കും, നല്ലതിന് പോകുന്ന വഴിയിലൊക്കെ അവരെ പിഴപ്പിക്കാൻ ഞാൻ വന്നിരിക്കും. അതുകൊണ്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ടോ, അത് പിശാച് തന്നെ. നേരിട്ട് നീ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ നിന്നോട് പറയുന്ന നല്ല ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുമ്പം അവളുമായി ബന്ധപ്പെട്ടാൽ കുഴപ്പമില്ല, അവിടെ ഇടപെടുന്നത് നിന്റെ നഫ്സാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. ആ തിന്മയിലേക്ക് പോകുമ്പോ വേണമെങ്കിൽ പിശാചിന്റെ വക ഒരു തള്ള് അത്രേ വേണ്ടതുള്ളൂ. പിശാച് അതിന് കാര്യമായിട്ട് പണിയെടുക്കണ്ടാന്ന്. കാരണം അത് നമ്മുടെ നഫ്സ് തന്നെ എമ്പാടും മതി തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. പിശാച് കാര്യമായി പണിയെടുക്കേണ്ടത് വിവേകം ഇടപെട്ട് ചില നന്മകളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അത് മുടക്കാൻ വേണ്ടിയിട്ട് പിശാച് കാര്യമായി പണിയെടുക്കണം. ഇത് രണ്ടും നഫ്സിനോടും പിശാചിനോടും നിങ്ങൾ ശക്തമായ സമരം തുടരണമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ പറഞ്ഞതാണ്, എങ്ങനെയാണ് നിങ്ങൾ പിശാചിന്റെ കെണിയിൽപ്പെടുന്നത്. വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്താൻ. പിശാചിന്റെ വഴികൾ നിങ്ങൾ പിന്തുടരരുത്. അവൻ കാണിച്ചു തരുന്ന കുറുക്കുമാർഗങ്ങളിലൂടെ പോകരുത്. അവിടെ ഒരുപക്ഷെ മധുരം നുണയാൻ സാധിച്ചേക്കാം, എളുപ്പ വഴികൾ ഉണ്ടായേക്കാം, ലാഭങ്ങൾ ഉണ്ടെന്ന് തോന്നിയേക്കാം. പക്ഷേ പോകരുത്. കാരണം ഇന്നഹു ലകും അദുവ്വും മുബീൻ വ ഇൻഹുമാ മഹദാ കന്നുസ്ഹ ഫത്തഹിമി. കണ്ടോ, എത്ര നല്ല മധുരം പുരട്ടിയ ഉപദേശം തന്നാലും കേൾക്കല്ല. ഇന്നഹു ലകും അദുവ്വും മുബീൻ. ഇവൻ നിന്റെ വ്യക്തമായ ശത്രുവാണെന്ന് നീ തിരിച്ചറിയണം. അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ ദുർബോധം നടത്തുക, നന്മ മുടക്കുക, ഇത്തരം ഏർപ്പാടുകളാണ് പിശാചെടുക്കുന്നതെങ്കിൽ ഇവനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം. ഇത്തരം ചിന്തകൾ വരുമ്പോ പിശാച് എത്തിയിട്ടുണ്ട്, ഞാൻ നിന്നെ അനുസരിക്കില്ലടോ എന്ന സ്വന്തം പറഞ്ഞുകൊണ്ട് പിശാചിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പണിക്ക് പോകണം. അതാ വേണ്ടത്. ഒന്ന്, പിശാചിനെ പ്രതിരോധിക്കാൻ. ഇത് അറിഞ്ഞോലാരും പെട്ടിട്ടില്ല, അറിയാത്തവരാണ് ഈ കെണിയിൽപ്പെട്ടത്.
അറിഞ്ഞിട്ട് ബോധമില്ലാത്തവരാണ് ഈ കെണിയിൽപ്പെട്ടത്, അല്ലാത്തവർ ഈ അബദ്ധത്തിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പിശാചിന് പറ്റിക്കാൻ കഴിയാതിരുന്നത്. മഹാന്മാരായ മറ്റാളുകളെ പിശാചിന് പറ്റിക്കാൻ കഴിയാതിരിക്കാനുള്ള കാരണം അവരത് തിരിച്ചറിഞ്ഞു എന്ന കാരണം കൊണ്ടാണ്. ഇതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കുക. കണ്ടില്ലേ നിങ്ങൾ, പിശാച് ദുർബോധം നടത്തുക എന്ന് പറഞ്ഞാൽ ആരിലാ നടത്തുക? പ്രവാചകരിലടക്കം പിശാച് ദുർബോധം നടത്തും. പക്ഷെ ഏൽക്കൂല എന്നത് മറ്റൊരു കാര്യം. നടത്തി നോക്കും എന്നതൊരു സത്യമാണ്. പ്രവാചകർക്കടക്കം വന്നിട്ട് നടത്തി നോക്കും. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഏൽക്കില്ല. എത്ര തന്നെ കൂടെ കൂടിയാലും ഏൽക്കില്ല. വേണമെങ്കിൽ അവരെ പിടിച്ചു കെട്ടാനും കഴിയും. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിശാച് കുസൃതി കളിക്കാൻ തുടങ്ങിയത്. പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് പല രൂപത്തിലും വന്നു. നേരിട്ട് വന്നിട്ട് ഇവരെ ഒന്നും പറ്റിക്കാൻ കഴിയൂല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നേരായ രൂപത്തിലല്ല, കാരണം പറ്റിക്കാൻ കഴിയൂല. ആളില്ലാത്ത രൂപത്തിൽ മനസ്സിൽ വന്ന് ദുർബോധം നടത്തിയാൽ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ഈ ബോധമുള്ള മുഅ്മിനീങ്ങൾ പെടില്ല. അപ്പൊ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്നിട്ട് പതുക്കെ നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ ശല്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ തുനിഞ്ഞപ്പോ ഇവനെ പിടിച്ച് പള്ളിയുടെ തൂണിൽ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പിടിച്ച് കെട്ടി. പിശാചിനെ പിടിച്ചിട്ട് പള്ളിന്റെ തൂണുമൽ അവിടെ കെട്ടി. പഴയ മഹാന്മാരൊക്കെ അങ്ങനെ ഒടിയന്മാരെയൊക്കെ പിടിച്ചു കെട്ടി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കെട്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് പറഞ്ഞു സഹാബത്തിനോട്, സഹാബ, ഇന്നലെ ഞാൻ രാത്രി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ ഒരു ചങ്ങാതി വന്ന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി, ഒരു പിശാച്. ഞാൻ അവനെ പിടിച്ച് മദീനത്തെ പള്ളിയുടെ ചുമരിൽ തൂണിൽ കെട്ടിയിട്ടിരുന്നു. ഞാൻ അവനെ അഴിച്ചു വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നേരം പുലരുമ്പോൾ അവൻ ഇരിക്കുന്ന അതേ ഇരിപ്പിരിക്കുന്ന രംഗം നിങ്ങൾക്കും കൂടെ കാണാൻ പറ്റുമായിരുന്നു. അവൻ വന്ന അതേ രൂപത്തില് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അവര് ചോദിച്ചു, നബിയെ, കുറച്ചു നേരം അവിടെ വെച്ചിടായിരുന്നോ? നേരം വെളുത്തിട്ട് വിട്ടാ പോരായിരുന്നോ എന്നവർ ചോദിച്ചു. ഞങ്ങൾക്കും കൂടെ കണ്ടുപോയായിരുന്നോ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു നിങ്ങൾക്ക് ഈ അത്ഭുതം കാണിച്ചു തരണമെന്ന്. അപ്പോഴാണ് സുലൈമാൻ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഞാൻ ഓർത്തുപോയി. റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി, എന്റെ ശേഷം മറ്റൊരാൾക്കും കിട്ടാത്ത, മറ്റൊരാൾക്കും ലഭിക്കാത്ത അധികാര പവർ നീ എനിക്ക് തരണം, ലോകം മൊത്തം ഭരിക്കാനുള്ള ഒരു കഴിവ്, ആ കഴിവ് തരണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരുക്കി കൊടുത്തത് മെച്ചപ്പെട്ട വാഹന സൗകര്യം. ആദ്യം കൂട്ടത്തിൽ അതൊക്കെ ചിന്തിക്കേണ്ടതാ, പക്ഷെ പറയാൻ സമയമില്ലല്ലോ. എന്ത്? സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മൊത്തം ഭരിക്കാനുള്ള കഴിവാജ്, മറ്റുള്ളവർക്കൊന്നുമില്ലാത്തൊരു വിശാലമായ അധികാരം എനിക്ക് നൽകണേ. അങ്ങനെ ലോകം മൊത്തം ഭരിച്ച 4 രാജാക്കന്മാരിൽ ഒരാളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അപ്പൊ അള്ളാഹു അതിന് ഉത്തരം കൊടുത്തത് ഖുർആൻ പറയുന്നു, പഠിച്ചവനെ നീ എനിക്ക് തരണം, ഇന്നക്കാന്തൽ വഹാബ്, നീ എന്തും വെറുതെ തരുന്നവനല്ലേ റബ്ബേ, എനിക്ക് ചോദിച്ചു നോക്കാലോ എന്ന് പറഞ്ഞപ്പോ സുലൈമാൻ നബിക്ക് അത് കൊടുത്തു എന്നല്ല എങ്ങനെയാ പറഞ്ഞത്? ആദ്യമായി പറഞ്ഞത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വാഹന സൗകര്യം, ഏറ്റവും ഉയർന്ന മെച്ചപ്പെട്ട വാഹന സൗകര്യം നൽകി എന്ന്. കാരണം കാറ്റിൽ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കുകയായിരുന്നു. ടിക്കറ്റിന് ബിസിയില്ല, തിരക്കില്ല, റഷ് അനുഭവപ്പെടുന്നില്ല. എപ്പോഴാ വേണ്ടതെങ്കിൽ തന്റെ മുസല്ല വിരിച്ച് ആ മുസല്ലയിൽ അങ്ങിരുന്നാൽ, അല്ലെങ്കിൽ കട്ടിലിരുന്നാൽ ബിസ്മില്ലാൽ അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഹൈ സ്പീഡിൽ വഹിച്ചു കൊണ്ടുപോകുകയാണ്. എന്നാലോ ആ സഞ്ചാരമോ ഹൈ സ്പീഡാണ്, തുറന്ന വണ്ടിയാണ്. മോട്ടോർ സൈക്കിളിൽ 50 സ്പീഡ് കഴിഞ്ഞാൽ 60ലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങളുടെ 2 കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരും, നിയന്ത്രിക്കാൻ കഴിയുക. എന്നാലോ ആ തുറന്ന യാത്രയിൽ നബിതങ്ങൾക്ക് സുലൈമാൻ നബിക്ക് വല്ല വിഷമമുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര നമുക്ക് പറയാം, ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അതേ രൂപത്തിൽ സുലൈമാൻ നബിക്ക് വല്ല വിഷമമുണ്ടോ? ഇല്ല. അത് സൂചിപ്പിക്കുന്ന പദമാണ് റുഹാഅൻ ഹൈസു അസാബ്, വളരെ സുഖകരമായി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചു എന്ന്. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾ? സാധാരണ നമ്മളെ കെട്ടിയോടും 3 കുട്ടികളും ഉള്ള ഒരു സുഹൃത്ത് ഒരു ദിവസം ഒരു കടയിൽ നിന്ന് ഇങ്ങനെ അഭിപ്രായം പറയുന്നു കേട്ടു ഞാൻ.
ഒരു വലിയ പണ്ഡിതനെ കുറിച്ച്, ലോകം മൊത്തം ഓടി നടക്കേണ്ട ഒരു പണ്ഡിതനെ കുറിച്ച് എന്തിനാ പോയാൾക്ക് അത്ര വലിയ കാറ്? ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇയാളെ കെട്ടിയോടും 3 മക്കളും ഉള്ളൂ. ആ കുട്ടികൾക്കും ഇയാൾക്കും സഞ്ചരിക്കാൻ അപ്പൊ 5 ആൾ, ഇയാളും ഭാര്യ 3 കുട്ടികളും. അവർക്ക് സഞ്ചരിക്കാൻ നല്ലൊരു സ്കോർപ്പിയോ വണ്ടി ഉണ്ട്. അയാളാ ഈ വർത്തമാനം പറയുന്നത്. വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് മാത്രം, നമ്മുടെ വീട്ടുകാര്യങ്ങൾക്ക് മാത്രം നല്ല ഒരു വണ്ടി നമ്മുടെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ലോകം മൊത്തം ഓടിയെത്തേണ്ട ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന് ഇത് പോരല്ലോ, ചുരുങ്ങിയതൊരു ഹെലികോപ്റ്ററെങ്കിലും വേണ്ടേ? അങ്ങനെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിക്കും ഹെലികോപ്റ്ററെങ്കിലും ചുരുങ്ങിയത് വേണ്ടേ എന്നാ ശരിക്കും ചിന്തിക്കേണ്ടത്. ഞാൻ ഇതെന്തൊരു പറഞ്ഞു എന്ന് വെച്ചാൽ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വിശാലമായ അധികാര പവർ അള്ള കൊടുക്കുമ്പം ആദ്യം കൊടുത്ത സൗകര്യം ഈ ആയത്തിന്റെ തഫ്സീർ ചില മഹാന്മാർ പറയുന്നുണ്ട്, വിശാലമായ അധികാര പരിധിയുള്ള ഒരാളുടെ അടിസ്ഥാന സൗകര്യം വാഹന സൗകര്യമാണ്. കാരണം അയാൾക്ക് വിചാരിക്കുമ്പോഴേക്ക് അവിടെ എത്തേണ്ടി വരും. അപ്പൊ അയാളുടെ അടിസ്ഥാന സൗകര്യം വാഹന സൗകര്യമാണ്. അതാദ്യം അയാൾക്ക് വേണം. പിന്നെ വേണ്ടത് സൈന്യങ്ങളാണ്, എന്തിനും റെഡിയുള്ള കുറെ ആളുകൾ. അതാണ് പിന്നീട് പറയുന്നത് വശയാത്തീൻ, ശൈത്താൻ, രണ്ടാമത് ശൈത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കാരണം ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇത് ചെയ്തിരുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കുക. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ പിശാചുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇതാണ് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയൊരു കാര്യം. എന്റെ ശേഷം മറ്റാർക്കും കിട്ടാത്ത അധികാരം എന്ന് പറഞ്ഞപ്പോ പിശാചിനെ അള്ളാഹു സുലൈമാൻ നബിക്ക് ഒതുക്കി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്കിൽ ഞാനതിൽ ഇടപെടരുത്, അതെന്റെ സുഹൃത്തിന് മോശമാണ്, എന്റെ ജ്യേഷ്ഠൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിനത് മോശമാണ് എന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്തിരിയുകയാണ്. നബിതങ്ങൾ അഴിച്ചിട്ടു ഈ പിശാചിനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ അഴിച്ചിട്ടു, കാരണം പിറ്റേന്ന് ഇത് സുലൈമാൻ നബിക്ക് മാത്രമുള്ള ഒരു കഴിവല്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ സുലൈമാൻ നബിക്ക് മോശം വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് അഴിച്ചിട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ പിടികൂടാൻ കഴിയും ആർക്ക്? പിശാചിനെ തിരിച്ചറിഞ്ഞ ആളുകൾക്ക്, അല്ലാത്തവർക്ക് പിടികൂടാൻ സാധ്യമല്ല. നമ്മൾ അവന്റെ കയ്യിലെ കളിപ്പാവ പോലെ, അവൻ എങ്ങോട്ടാണോ തിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ കയ്യിലെ കളിപ്പാവ പോലെ, അതിന്റെ കയ്യും കാലും കണ്ണും ഒക്കെ അവർ വിചാരിച്ചിടത്തേക്കൊക്കെ വരും, കുഞ്ഞുങ്ങൾ വിചാരിച്ചിടത്തേക്ക്. അതുപോലെയാണ് നമ്മൾ എവിടെ കയറ്റണം, എവിടെ കൊണ്ടുപോകണം, ഏത് സ്റ്റേജിൽ ഇരുത്തണം, ഏത് കസേരയിൽ ഇരുത്തണം, എന്ത് ആസ്വദിപ്പിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് പിശാചാണ്. ഇതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. അതുകൊണ്ട് പിശാചിനെ നേരിടാൻ കഴിയണം. ചിലരെങ്കിലും വിചാരിക്കാറുണ്ട് എന്റെ അടുത്തേക്ക് അങ്ങനെ പിശാച് വരൂല, അതാരും ധരിക്കേണ്ട. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തെ പള്ളിയിൽ നിന്ന് പോവുകയാണ്. ഹബീബിന്റെ കൂടെയതാ തന്റെ പ്രിയപ്പെട്ട പത്നി സഫിയ ബീവിയുണ്ട്. ഇരുട്ടത്താണ്, ഇരുട്ടുമൂടി നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പള്ളിയിൽ നബിതങ്ങളെ കാണാനെത്തിയ ഭാര്യയെ അതാ മഗ്രിബിന്റെ സമയത്ത്, ഇരുട്ടുമൂടി വരുന്ന സമയത്ത് വീട്ടിലേക്ക് ആക്കിക്കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ പോകുമ്പോ ദൂരെ നിന്ന് 2 അൻസാരി സുഹൃത്തുക്കൾ ഈ രംഗം കണ്ടു. കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇപ്പൊ അങ്ങ് ആ വളവിന് തിരിഞ്ഞു കളയുമെന്ന് കണ്ടപ്പോ ഇവരൊന്ന് കുറച്ച് സ്പീഡിലൊന്ന് നടക്കാൻ തുടങ്ങി റസൂലുള്ളാഹിനെ കിട്ടാൻ വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് വിളിച്ചങ്ങ് പറഞ്ഞു, അലാ റിസ്ലികുമാ, അലാ റിസ്ലികുമാ ഇന്നഹാ സഫിയ്യത്തു ബിൻതു ഹുയയ്യ്. അലാ റിസ്ലികുമാ, അലാ റിസ്ലികുമാ. നബിതങ്ങൾ ഓടുന്ന അവരോട് പറഞ്ഞു, വേണ്ട, ഓടി മുട്ടുംകാല് പൊട്ടിക്കേണ്ട, പതുക്കെ വന്നാ മതി. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അലാ റിസ്ലികുമാ, അലാ റിസ്ലികുമാ. സാധാരണ വരുമ്പോലെ വന്നാ മതി. നിങ്ങൾ സാധാരണ നിങ്ങൾക്കൊരു നടത്തണ്ടല്ലോ, ആ സ്പീഡിൽ നടന്നാൽ മതി. ഓടി മുട്ടുംകാല് പൊട്ടിക്കേണ്ട. കാരണം ഇന്നഹാ ബിൻതു സഫിയ്യ, സഫിയ്യത്തു ബിൻതു ഹുയയ്യ്. ഇത് ഹുയയ്യിന്റെ മകൾ സഫിയയാണ്, ഹുയയ്യിന്റെ മകൾ സഫിയയാണ്, അഥവാ എന്റെ ഭാര്യയാണ്, സഫിയയാണ്. എവിടേക്കാപ്പോ ഈ മയ്യിരിട്ടില് തങ്ങളൊരു പെണ്ണിനെയും കൊണ്ട് പോകുന്നത് എന്ന് കരുതിയിട്ട് ഓടി വരികയായിരിക്കും ഒരു പക്ഷേ. പേടിക്കേണ്ട, അതെന്റെ സഹോദരിയാണ്, എന്റെ ഭാര്യയാണ്. ഇത് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വഅൻത റസൂലുള്ളാഹ്. നബിയെ, അള്ളാഹുവിന്റെ പ്രവാചകരായിരിക്കുന്ന നിങ്ങളെപ്പറ്റി ഞങ്ങളെങ്ങനെ പറയേ, ഞങ്ങളെങ്ങനെ വിചാരിക്കേ? ഉണ്ടാകൂലല്ലോ. നബി തങ്ങൾ പറഞ്ഞു, എങ്ങനെ പറയും, ഞാൻ എങ്ങനെ ഉറപ്പിക്കും? നബി തങ്ങൾ ചോദിച്ചു, എന്താ എന്നെപ്പറ്റി നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ വരൂല, നിങ്ങൾക്ക് എന്നെപ്പറ്റി നല്ല മതിപ്പാണ്, ബഹുമാനമാണ്. പക്ഷേ പിശാച് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ്, മനുഷ്യന്റെ മനസ്സിൽ വന്ന് ദുർബോധം നടത്താൻ നടക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പം ഫലഅല്ല ശൈത്വാന യഖ്ദിഫു ഫീ ഖുലൂബികുമാ ശൈആ,
പിശാച് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ദുർമന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടു തന്നേക്കാം. സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരോടായി പറയുന്നത് കണ്ടോ നിങ്ങൾ, അപ്പൊ പെട്ടുപോയേക്കാം. പക്ഷെ അവരോടി വന്നത് അതിനൊന്നുമല്ല. പക്ഷേ നബി തങ്ങൾ അതിലൂടെ പഠിപ്പിക്കുന്നത് പിശാചിനെ കരുതിയിരിക്കേണ്ടതിന്റെ ഗൗരവമാണ്. എത്രമാത്രം വിശാലമായ രൂപത്തിലാണ് നാം, എത്രമാത്രം ഗൗരവത്തോടെയാണ് നമ്മൾ പിശാചിനെ കരുതിയിരിക്കേണ്ടതെന്ന് ഹബീബ് ആ ഒരൊറ്റ വാക്കിൽ പഠിപ്പിച്ചു. എന്നിട്ട് ഹബീബ് പറഞ്ഞു, നിങ്ങളുടെ രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ ഇവൻ കയറും, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയും സഞ്ചരിക്കാൻ ഇവന് കഴിയുമെന്ന് ശഫീഉനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പിശാചിനെ കരുതിയിരിക്കുക. ഇങ്ങനെ കരുതിയവരാരും പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരിക്കൽ ഒരു പിശാച് രൂപപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ചരിത്ര കിതാബുകളിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരിക്കൽ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു പിശാച് വന്ന് രൂപപ്പെട്ടു. എങ്ങനെയാ? ഒരു മനുഷ്യകോലത്തിൽ. കാരണം മറ്റേ പണിയെടുത്താൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കിട്ടൂല. മനസ്സിൽ കയറിയിരുന്നിട്ട് ദുർബോധം നടത്തിയാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനനുസരിച്ച് നമ്മളെപ്പോലെ പിശാചിന്റെ കയ്യിലെ പാവയായി തിരിഞ്ഞു കൊടുക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടുകയില്ല എന്നുറപ്പാണ്. അപ്പൊ എന്ത് ചെയ്തു? ഒരു വടിയും കുത്തിപ്പിടിച്ച് കണ്ടാൽ ഒരു സഹതാപം തോന്നുന്ന രൂപത്തില്, ആർക്കും കണ്ടാൽ ഒരു സിമ്പതി തോന്നുന്ന രൂപത്തിൽ വടിയും കുത്തിപ്പിടിച്ച് എണീക്കാൻ വയ്യാത്തൊരു തന്തയുടെ രൂപത്തിൽ ഇങ്ങനെ നിന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നേരം വളരെ വൈകിയിട്ടുണ്ട്, ജമാഅത്തിന് വേണ്ടി ഇപ്പൊ കിട്ടണമെന്ന് കരുതി ഓടിപ്പോവാ. നിർത്തി അവിടെ. ഉമറേ പോവല്ല, ചെറിയ കാര്യം ചോദിക്കാൻ. എന്തേ? ആരും ശ്രദ്ധിച്ചു പോവല്ലോ. കാരണം വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വയസ്സൻ, വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വയസ്സൻ. അപ്പൊ ആരും ഒന്ന് ശ്രദ്ധിച്ചു പോകുമല്ലോ. അതിന്റെ ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഉപ്പ? ഒന്നുമല്ല, കുറേ ദൂരം നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം എന്താണെന്ന് ഉമറേ നിങ്ങൾക്ക് തിരിഞ്ഞോന്ന് ചോദിച്ചു. കുറെ ദൂരത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്ന ആ ശബ്ദം എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. ഏതോ ഒരു പെണ്ണ് ഒരലിൽ എന്തോ ഇട്ട് ഇടിക്കുന്ന ശബ്ദമാണ്. ആ ശരി, ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു പോവുകയാണ്. അപ്പൊ ഇയാൾ വിട്ടില്ല. കാരണം ഇയാളെ ഉദ്ദേശം വിട്ടിട്ടൊന്ന് കറക്കല. ഇയാൾ പറഞ്ഞു, പോകല്ല, ഒരു കാര്യവും കൂടെ ചോദിക്കാൻ. ആ ശബ്ദം കേൾക്കുന്നത് ഉമറേ ഒലക്കമെന്നാണോ അതോ ഒരലുമെന്നാണോ? ഇത് വേണ്ടാത്തൊരു ചോദ്യമാണല്ലോ, ആളെ കറക്കാനുള്ളൊരു ചോദ്യമാണ്. അപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു ആളെ തിരിച്ചറിഞ്ഞു. കാരണം എന്ത്? ഇനി മനുഷ്യനായാലും വേണ്ടില്ല, ഭൂതായാലും വേണ്ടില്ല, ഇവൻ വേണ്ടാത്ത പണിയെടുക്കുന്നു, ഇവന്റെ റൂട്ട് ശരിയല്ല, ആവശ്യമില്ലാത്തതിൽ ഇടപെടുകയാണ്. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കയ്യൻ കയറ്റിയിട്ട് ഒന്നടി വെച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ ഒരു ശബ്ദം ഉണ്ടായോ എന്ന് ചോദിച്ചു. ആ, അത് നിന്റെ മുഖത്തുനിന്നാണോ അതോ എന്റെ കയ്യുമെന്നാണോ? അതിന് ഉത്തരം കിട്ടുമ്പോൾ മറ്റേതിന് ഉത്തരമായിക്കോളൂ. അതോടുകൂടി പിശാച് അന്ന് വാലും മടക്കി പോയതാ. പിന്നെ പിശാചിനെ കണ്ടിട്ടില്ല. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഉമറേ നീയൊരു വഴിയിൽ കടന്നു, പിശാചും അതേ വഴിയിൽ കടന്നു. നീ സഞ്ചരിക്കുന്ന വഴിയിലൂടെ പിശാചും വരുന്നുണ്ടെങ്കിൽ നീ ആ വഴിയിലേക്ക് കടക്കുന്നതോടുകൂടെ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ, ഉമറേ നിന്റെ വഴിയല്ലാത്ത മറ്റൊരു വഴിയിലേക്ക് അവൻ പ്രവേശിച്ചിട്ടുണ്ടാകും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പേടിച്ചിട്ടാണിത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇവന്റെ കുസൃതികൾ വിലപ്പോവില്ല. ഇതാണ് സത്യം. ഇതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കണം. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഇതേതാ ഭൂതപിശാചിന്റെ കഥയാണ്. ഇനി മനുഷ്യപിശാചിലും നമ്മൾ പെടാൻ പാടില്ല. മനുഷ്യപിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. മനുഷ്യപിശാചിൽ നിന്ന് രക്ഷപ്പെടല് എങ്ങനെയാ? അതിന് മനുഷ്യപിശാചിനെ തിരിച്ചറിയണ്ടേ? മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ശൈത്താന്മാരുണ്ട് എന്ന് ഇപ്പൊ ഖുർആൻ സാക്ഷിയാ. പക്ഷെ തിരിച്ചറിയാനുള്ള മാർഗം എന്താ? പെട്ടെന്ന് കഴിയും, എളുപ്പം. എന്തേ? ഭൂതപിശാചിന്റെ പണിയെടുക്കുന്നവനാണ് മനുഷ്യ വിഭാഗത്തിലെ പിശാച്. കാരണം ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരുണ്ട്, മനുഷ്യരൊരു ശല്യം ചെയ്യാത്ത. അവര് യഥാർത്ഥ മുസ്ലിം ആയതില്ല. മുസ്ലിം ജിന്നായി എന്നുള്ളത് കൊണ്ട് നന്നാവില്ല. കാരണം മുസ്ലിമായി എന്നുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ നന്നായിട്ടില്ലല്ലോ. അതുപോലെ തന്നെ പേരുകൊണ്ട് നാമമാത്ര മുസ്ലിം ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ടാവും, കാഫിരീങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ യഥാർത്ഥ മുസ്ലിം അതാരാ? മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ഇല്ലാത്തവൻ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇവനാണ് യഥാർത്ഥ മുസ്ലിം. അവനെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അത് ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. അവരാണ് നല്ല ജിന്നുകൾ. അതേ രൂപത്തിൽ മനുഷ്യന്റെ രൂപത്തില് വികൃതി കാട്ടുന്ന മനുഷ്യനെ ശല്യം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, പിശാചിന്റെ പണിയെടുക്കുന്നവര്. അതിന് ഖുർആൻ പിശാചിന്റെ പണിയെടുക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒന്ന്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനമനസ്സിൽ ദുർബോധം നടത്തും. മനുഷ്യന്മാരുടെ മനസ്സിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ വസ്വാസ് ഉണ്ടാക്കുന്ന പണിയെടുക്കുക.
ഇവനാണ് ഒന്നാമത്തെ പിശാച്.